വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനെന്ന പേരിൽ കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച പദ്ധതി UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് വീണ്ടും തുടങ്ങുവാനുള്ള നീക്കം ആരംഭിച്ചത്. ചീമേനിയിൽ 1.5 പതിറ്റാണ്ട് മുമ്പാണ് ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കം ആദ്യം നടന്നത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിച്ച പദ്ധതിക്കാണ് UDF സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ വീണ്ടും ജീവൻ വെക്കുന്നത്. ചീമേനിയിൽ ആണവ നിലയം ആരംഭിക്കുന്ന കാര്യം സജീവമായി പരിഗണിക്കുമെന്ന് പലതവണ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ആവർത്തിച്ചു. അതിനുശേഷം 3 മണിക്ക് കാസർഗോഡ് ജില്ലയിലെ MLA-മാരുടെയും ജില്ലാതലത്തിലുള്ള വൈദ്യുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം ചേർന്ന് ഈ മേഖലയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിതരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് കൂടി പങ്കെടുക്കാനാണ് വന്നത്. ചീമേനിയിൽ അനുവദിച്ച വ്യവസായ പാർക്ക് തുടങ്ങുന്നതിന് പകരം ആണവ നിലയം കൊണ്ടുവരാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ജനവാസ മേഖലയിൽ ആണവ നിലയം തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ ആണവ നിലയം പോലെയുള്ള ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെ മൊത്തത്തിൽ ഒരു ഭയം വിതച്ചുകൊണ്ട് ഒരു പുതിയൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നമ്മുടെ ജനങ്ങൾക്ക് ദോഷമാകുന്ന ഒരു പദ്ധതിയും നമ്മുടെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന് എന്തായാലും ഈ ജനങ്ങളെ ഒരു ചെറുത്ത് നിൽപ്പ് തന്നെ വളരെ വലിയ ചീമേനിയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസും തുറന്ന ജയിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കാസർകോട്ടെ 11 എൻഡോസൾഫാൻ ദുരിതബാധിത പഞ്ചായത്തുകളിലൊന്നാണ് കയ്യൂർ ചീമേനി പഞ്ചായത്ത്. യാതൊരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ചീമേനിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആര് ഭരിക്കുന്നു എന്നതല്ല നമ്മൾ നോക്കുന്നത്. ഈ ചീമേനിയുടെ പ്രദേശത്ത് ഇത്തരം ആണവ നിലയങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അതിന് ഏത് വില കൊടുത്തും ചെറുക്കുമെന്നാണ് പറയാനുള്ളത്. ജനങ്ങളുടെ എതിർപ്പ് മറികടന്ന് ആണവ നിലയം കൊണ്ടുവരാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തെ ജനകീയ പ്രതിഷേധമുയർത്തി ചെറുത്തു തോൽപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കൈരളി ന്യൂസ്, കാസർഗോഡ്.